നാളെ വിഭൂതി ബുധൻ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 40 നോൻപിന്റെ ആരംഭം. നോൻപിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയാലോ? 365 ദിവസത്തിൽ 40 ദിവസം നമുക്ക് ഈശോയോട് കൂടി ചിലവഴിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒപ്പം ദേവാലയത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, ദേവാലയത്തിൽ മാത്രമല്ലല്ലോ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതെന്ന്. ശരിയാണ്, ദേവാലയത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഒരുപോലെയാണോ? അതുകൊണ്ട് നമുക്ക് ദേവാലയത്തിൽ ചെന്നിരുന്ന് നിശബ്ദമായി ക്രൂശിത രൂപത്തെ നോക്കി, സക്രാരിയെ നോക്കി സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ കൊച്ചി രൂപതയിലെ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്തിരുന്നു, മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? നമുക്ക് കുറച്ചു സമയം മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് കുടുംബത്തിനോട് കൂടി ചിലവഴിച്ചാലോ? ഈ 40 ദിവസം തിരുസഭയോടൊപ്പം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും നമുക്ക് പങ്കുചേരാം. ഒപ്പം പിതാവ് പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നോൻപുകാലം ചിലവഴിക്കാം. എല്ലാവർക്കും നല്ലൊരു നോൻപുകാലം ആശംസിക്കുന്നു.